ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗിരി സ്റ്റേഷനിലേക്ക് വരികയാണ്. ഗോപിക വിളിച്ചിട്ട് അങ്ങനെ ഗോപിക പറയുകയാണ്, എനിക്കിപ്പോൾ ഈ പേപ്പറിൽ ഒന്ന് ഒപ്പിട്ട് വാങ്ങണം, അതിന് നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ. ആ കമ്മീഷണർക്ക് വല്ലാത്തൊരു ജാടയുണ്ട് ഗിരി, നിന്നെക്കൊണ്ടേ അത് കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആ പേപ്പർ ഗിരിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ ഗോപിക. അപ്പോൾ ഗോപികയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഇതിൽ ഒപ്പിട്ട് വാങ്ങിച്ചു കൊണ്ടുവരാം, അതിന് മേഡം ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്നും പറഞ്ഞ് ഗിരി നേരെ കമ്മീഷണറുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഗിരി മേഡം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ കമ്മീഷണറെ വിളിക്കുന്നത്. എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. എൻ്റെ പേര് ഗിരി എന്ന് പറയട്ടോ. എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ ബാറിൻ്റെ കാര്യത്തിന് വേണ്ടി വന്നതാണ്, ഇതിലൊന്ന് ഒപ്പിട്ട് വാങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് മാഡം ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്ന് പറയും. ആ ഗോപാൽജിയുടെ ബാറിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണോ? അതൊക്കെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ച് അന്വേഷണങ്ങളൊക്കെ അവിടെ നടത്താനുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെ പറയരുത് മാഡം, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്, മാനേജറായിട്ട് അവിടെ ജോലി ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് ബാക്കിൽ മഞ്ജു ഗിരിയേട്ട എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി അങ്ങോട്ട് ബാക്കിലേക്ക് നോക്കുന്ന സമയം, നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, ഗിരിയേട്ട ഞാൻ ഇവിടെയല്ലേ ജോലി ചെയ്യുന്നത് എന്ന് പറയട്ടോ. അങ്ങനെ ഗിരി പെട്ടെന്ന് അറിയാതെ അങ്ങ് ചോദിച്ചു പോവുകയാണ്. അപ്പോൾ ഗിരിയും മഞ്ജുവും കൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ കമ്മീഷണർ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ തമ്മിൽ പരിചയക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ, മാഡം ഇത് എൻ്റെ ഭർത്താവാണ് എന്ന് പറയാം. ആണോ? എങ്കിൽ അതല്ലേ ആദ്യം പറയേണ്ടത്, എന്തുകൊണ്ടാണ് അത് പറയാത്ത? സാധാരണ എല്ലാവരും ആദ്യം എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ആരെങ്കിലും പോലീസുകാരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയുടെ പേരാണ് ആദ്യം പറയുക, നീ എന്താ ഗിരി അങ്ങനെ പറയാത്തത്? അപ്പോൾ ഗിരി ഒന്നങ്ങ് പുഞ്ചിരിക്കാണ്ട്. അങ്ങനെ കമ്മീഷണർ പറയാണ്, മഞ്ജുവിൻ്റെ ഭർത്താവ് ഒരു ആവശ്യം ചോദിച്ചു വന്നതല്ലേ, അതുകൊണ്ട് അരവിന്ദാക്ഷൻ സാർ ഈ പേപ്പറിൽ ഒപ്പിട്ട് തന്നോളും, ഗിരി അവിടേക്ക് ചെന്നോളൂ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം സാറിനോട് എന്നും പറഞ്ഞ് ഗിരിയും മഞ്ജുവും കൂടി അവിടെ നിന്നും അങ്ങ് പോവുക. കമ്മീഷണറോട് രണ്ടുപേരും താങ്ക്സ് ഒക്കെ പറഞ്ഞ ശേഷമാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഗിരിയും മഞ്ജുവും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഗിരിയോട് മഞ്ജു പറയുന്നുണ്ട്, എൻ്റെ ജോലിയുടെ എന്താവശ്യം വന്നാലും എനിക്ക് ഗിരിയേട്ടൻ്റെ പേര് പറയാൻ യാതൊരു വിധ മടിയുമില്ല, അത് എൻ്റെ അവകാശമാണ്, അതുകൊണ്ട് ഞാൻ ആരോടും ഗിരിയേട്ടൻ എൻ്റെ ഭർത്താവാണെന്ന് പറയുകയും ഗിരിയേട്ടൻ്റെ പേര് പറയുന്നതിൽ എനിക്കൊരു മടിയുമില്ല എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മഞ്ജുവിൻ്റെ പേര് പറയാൻ ഗിരിക്ക് മടിയുള്ളത് കൊണ്ടാണ് അങ്ങനെ കമ്മീഷണറുടെ അടുത്ത് ഗിരി മഞ്ജുവിൻ്റെ പേര് പറയാഞ്ഞത് എന്നാണ് അർത്ഥം വെച്ചിട്ടാണ് കേട്ടോ മഞ്ജു അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെ മഞ്ജു എടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ ഗിരിയുടെ. അങ്ങനെ മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ഷർട്ടിൻ്റെ ബട്ടണിൽ ഒരു നൂലങ്ങ് കൊളത്തി പിടിക്കാൻ കേട്ടോ. അങ്ങനെ ഗിരി അവിടുന്ന് പോവാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗിരിയും മഞ്ജു അങ്ങ് ബട്ടൺ കുടുങ്ങിയത് മനസ്സിലാവുകയാണ്. അപ്പോൾ ഗിരി പറയുന്നുണ്ട്, ഇതൊന്ന് അടർത്തി മാറ്റ് എന്ന് പറയട്ടോ. അങ്ങനെ മഞ്ജു അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇത് കിട്ടുന്നില്ലല്ലോ ഗിരിയേട്ട എന്ന് പറയണേ, ഒന്നുകൂടി ശ്രമിക്കുക എന്നൊക്കെ പറയണ്ട. അങ്ങനെ മഞ്ജു അതിങ്ങനെ അടർത്തി മാറ്റാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ഗിരിയും കുറച്ചൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അരവിന്ദാക്ഷൻ സാറ് വരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുകയാണെന്നാണ് കേട്ടോ അരവിന്ദാക്ഷൻ സാറ് ബാക്കിലൂടെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പം സാറിന് തന്നെ ആകെ നാണം വരികയാണ്. എന്നിട്ട് സാറ് അപ്പുറത്തെ സൈഡിലേക്കാണ് നിന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ഗിരിയും മഞ്ജുവും നോക്കുകയാണ്. അപ്പോൾ ബട്ടൻ്റെ മുകളിൽ കുടുങ്ങി ആ കുളത്തൊക്കെ മാറിപ്പോവാൻ കേട്ടോ. എന്നിട്ട്, അയ്യോ സാറേ, അത് ഞങ്ങളുടെ ഷർട്ട് ബട്ടനും നൂലും കൂടി കുടുങ്ങിപ്പോയതാണ്. ഞാൻ കണ്ടു, നിങ്ങളുടെ സ്നേഹമൊക്കെ നടന്നോട്ടെ, ഞാനൊന്നും കണ്ടിട്ടില്ല, നടക്കട്ടെ എന്നും പറഞ്ഞ് അരവിന്ദാക്ഷൻ സാറ് അവരെ ഒന്ന് പുഞ്ചിരിച്ച് ഒരു കളിയാക്കിയ മട്ടിൽ അവിടെ, അയ്യോ സാറേ അങ്ങനെയല്ല, ഇതിപ്പോൾ ഞങ്ങളുടെ ബട്ടനും ഒരു നൂലും തമ്മിൽ കുടുങ്ങിപ്പോയതാണ് എന്നൊക്കെ മഞ്ജു പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അരവിന്ദാക്ഷൻ സാറ് അത് കേൾക്കാൻ കൂട്ടാക്കാതെ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇവിടുന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിയും അവിടെ നിന്നും അങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഗോപിക വരികയാണ് കേട്ടോ. എന്തായി, വല്ല കാര്യവും നടന്നോ എന്നൊക്കെ ചോദിക്കേണ്ട. അപ്പോൾ അതിൻ്റെ മുന്നേ ഗിരി വരുന്നതിൻ്റെ മുന്നേ ഗോപിക ഫ്രാൻസിസിനോട് പറയുന്നുണ്ട്, ഗിരി പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല, ഞാൻ പോയിട്ട് പോലും ഒന്നും നടന്നില്ല, പിന്നെയല്ലേ ഈ ഗിരി പോയാൽ നടക്കുന്നത് എന്നും പറഞ്ഞ് കളിയാക്കിയ മട്ടിൽ ഫ്രാൻസിസിനോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഗോപിക ചോദിക്കുകയാണ്, എന്തായി ഗിരി എന്ന് ചോദിക്കുമ്പോൾ, ഇതിൽ ഒപ്പിട്ടു, ഇത്രയും പെട്ടെന്നോ, നീ പോയപ്പോൾ ഇത്രയും പെട്ടെന്ന് സാധിച്ചോ, അതെങ്ങനെ നീ സാധിച്ചു? അതോ ഞാൻ ആ കമ്മീഷണറോട് 2 ഡയലോഗ് അടിച്ചപ്പോഴത്തേക്കും കമ്മീഷണർ വീണു എന്നും പറഞ്ഞ് അങ്ങ് തള്ളിവിടുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ട പുറകിൽ തന്നെ മഞ്ജു നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മഞ്ജു കാരണമാണ് ഈ ഒപ്പിട്ടത് എന്നൊന്നും ഗോപികയോട് പറയാൻ ഗിരിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗിരി അങ്ങ് തള്ളി വിടുകയാണ്. എന്നിട്ട് മഞ്ജു ഇങ്ങനെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി പെട്ടെന്ന് മഞ്ജുവിനെ കാണുകയാണ്. ഗിരി നുണയാണ് പറയുന്നത് എന്നുള്ളത് മഞ്ജു കേട്ടല്ലോ എന്നുള്ള ഭാവത്തിൽ ഗിരിക്കൊന്ന് നാണം വരാൻ കേട്ടോ. ഗിരി ഒന്ന് ചമ്മിയിട്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ഭാനുഅമ്മയും സ്വപ്നയും കൂടിയിട്ട് ഗിരിയെ കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗിരി വരുന്നത്. എന്നിട്ട് ഗിരി വന്ന ഉടനെ തന്നെ ഭാനുഅമ്മ ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു ഗിരി, നിൻ്റെ ഫോണിലേക്ക് ഞാൻ ഒരുപാട് തവണ വിളിച്ചല്ലോ എന്ന് പറയും. അതോ എനിക്ക് ഇന്നൊരു അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ
പോവേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് കോടതിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈലൻ്റ് ആക്കിയതാണ്. പിന്നെ അത് ഓണാക്കാൻ മറന്നുപോയി. എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന പറയാണ്, ഇവിടേക്ക് 2 ഗുണ്ടകൾ വന്നിരുന്നു. അവരിവിടെ എന്തെല്ലാമാണോ കാട്ടിക്കൂട്ടാൻ വേണ്ടി ശ്രമിച്ചത്. ഗുണ്ടകളോ, അതും ഈ ഗിരിയുടെ വീട്ടിലേക്കോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അവർ ചില്ലറക്കാരൊന്നുമല്ല ഏട്ടാ. അവർ ഈ വീട് മൊത്തം നശിപ്പിക്കാനാണ് നോക്കിയത്. ഭാഗ്യത്തിനാണ് ഇവിടെ മഞ്ജു ഉണ്ടായിരുന്നത്. മഞ്ജു ഇറങ്ങി വന്നതോടുകൂടി അവർ 2 പേരും മഞ്ജുവിനെ കണ്ടപ്പോൾ തന്നെ പേടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഈ വഴിക്കൊന്നും ഇനി വരികയില്ല എന്നും പറഞ്ഞ് അവർ തടി തപ്പി പോവുകയാണ് ചെയ്തത്. മഞ്ജു ചില്ലറക്കാരിയല്ല എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും മഞ്ജു അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഗിരി മഞ്ജു കാരണമാണ് ആ ഗുണ്ടകൾ പോയി എന്ന് കേട്ടപ്പോൾ ഗിരി ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ് കേട്ടോ. ഗിരി വിചാരിക്കുന്നത് ഗിരിയുടെ വീടാണെന്ന് അറിയാതെയാണ് ആ ഗുണ്ടകൾ വന്നിട്ടുണ്ടാവുക എന്ന് അമ്മയോട് പറയുമ്പോൾ സ്വപ്ന പറയണ, അല്ല, ഇവിടേക്ക് ഗിരിയേട്ടൻ്റെ വീടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആ ഗുണ്ടകൾ വന്നത്. ഗിരിയേട്ടനോടുള്ള ദേഷ്യം തീർക്കാനാണ് അവർ വന്നത്. ഗിരിയേട്ടൻ കാരണമാണ് അവർ ജയിലിൽ പോയത് എന്നൊക്കെയാണ് അവർ പറഞ്ഞത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഗിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മഞ്ജു കാരണമാണ് ആ ഗുണ്ടകൾ ആ വീട് വിട്ടു പോയത് എന്ന് അറിയുമ്പോൾ ഗിരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗിരിക്ക് വീട്ടിലും മഞ്ജുവിൻ്റെ സഹായം വന്നു, അതുപോലെ സ്റ്റേഷനിൽ വെച്ചും മഞ്ജുവിൻ്റെ സഹായമാണ് വന്നത് എന്നുള്ളത് അംഗീകരിക്കാൻ അങ്ങ് കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഭാനുവിൻ്റെയും സ്വപ്നയുടെയും മുന്നിൽ വെച്ച് അങ്ങ് തള്ളിവിടുകയാണ്. കാരണവശാലും പോലീസുകാരുടെ സഹായം തേടില്ല എന്നും പറഞ്ഞ് തള്ളിവിടുകയാണ് അമ്മയുടെയും സ്വപ്നയുടെയും മുന്നിൽ വെച്ച്. അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് ബാക്കിൽ മഞ്ജു നിൽക്കുന്നുണ്ട്. അങ്ങനെ മഞ്ജു ഇങ്ങനെ വന്ന കാര്യം സ്വപ്ന പെട്ടെന്ന് അങ്ങ് പറയട്ടെ, ദാ നിൽക്കുന്നു പോലീസുകാരി എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ഗിരി പെട്ടെന്ന് ബാക്കിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ഗിരി പറഞ്ഞ കാര്യങ്ങളും ഗിരി തള്ളിവിട്ട െല്ലാം തന്നെ മഞ്ജു കേട്ടിട്ടുണ്ടാവും എന്നുള്ള ഒരു ചമ്മൽ ഗിരിക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ഗിരിയുടെ അടുത്തേക്ക് അങ്ങ് മഞ്ജു വരികയാണ്. പോലീസുകാരെ കുറിച്ച് പറഞ്ഞതൊക്കെ കേട്ട് മഞ്ജുവിന് തന്നെ ഒരു പുഞ്ചിരി വരികയാണ് കേട്ടോ. എന്നിട്ട് കളിയാക്കിയ മട്ടിൽ തന്നെയാണ് മഞ്ജു അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ ഭാനു അമ്മ ഗിരിയോട് പറയുന്നുണ്ട്, അവളുടെ ആ ഒരു ചിരി അത് എനിക്ക് തീരെ അങ്ങ് പിടിക്കുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ മഞ്ജു സത്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ടാണ് മഞ്ജു ഗിരിയെ നോക്കി ചിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ലല്ലോ അവരുടെ മുന്നിൽ വെച്ച് ഗിരിക്ക്. അപ്പോൾ ഗിരി ഒന്നും മിണ്ടാതെ പിന്നെ അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ്. എന്നിട്ട് ഗിരി മഞ്ജുവിനോട് പറയണമെന്നുണ്ട്, പക്ഷെ നേരിട്ട് പറയാൻ ഒരു മടിയുമുണ്ട്. അങ്ങനെ മഞ്ജു കുളിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഗിരി പേപ്പർ എടുത്ത് താങ്ക് യു എന്ന് എഴുതിയ ശേഷം ഗിരി അത് കണ്ണാടിയിൽ പോയി ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു അത് കാണുമല്ലോ എന്നുള്ള ചിന്തയിൽ അങ്ങനെ മഞ്ജു നേരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഗിരി അവിടെ നിൽക്കുന്നത് മഞ്ജുവിനെ കാണാൻ കേട്ടോ. അപ്പോൾ കണ്ണാടിയുടെ അവിടെയാണ് ഗിരി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിലെന്തോ എഴുതിയിട്ടുണ്ട് എന്നുള്ളതും മഞ്ജുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മഞ്ജു ആ കണ്ണാടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി അവിടെ നിന്നും അങ്ങ് മാറി നിൽക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഗിരി. അപ്പോൾ അതിലെഴുതിയ വാക്കുകൾ മഞ്ജു വായിക്കുകയാണ്. അപ്പോൾ താങ്ക് യു എന്നാണ് എഴുതിയത് എന്ന് മനസ്സിലാക്കിയ മഞ്ജു ഇങ്ങനെ ഗിരിയെ പുഞ്ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഞ്ജു ഗിരിയോട് അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഗിരിയേട്ടാ, എത്ര കാലം നമ്മളിങ്ങനെ പേപ്പറിൽ ഓരോന്ന് എഴുതി ജീവിക്കും? ഗിരിയേട്ടൻ എന്നോട് വഴക്ക് പറയാനല്ലാതെ എപ്പോഴെങ്കിലും എന്നോടൊന്ന് സംസാരിക്കാറുണ്ടോ എന്നും പറഞ്ഞ് ഗിരിയുടെ മുന്നിൽ വെച്ച് മഞ്ജു അങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ. എന്നോട് എന്തിനാണ് ഇത്രയ്ക്കധികം ദേഷ്യം? ഞാൻ എന്ത് തെറ്റാണ് ഗിരിയേട്ടനോട് ചെയ്തത്? ഒന്നില്ലെങ്കിൽ ഞാൻ ഗിരിയേട്ടൻ്റെ ഭാര്യയല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ മഞ്ജു കരയുന്നത് കാണുമ്പോൾ ഗിരിക്ക് നല്ല വിഷമം വരികയാണ്. അങ്ങനെ മഞ്ജുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗിരി മഞ്ജുവിൻ്റെ ഷോൾഡറിൽ അങ്ങ് കൈ വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കുമാണ് ഗിരിയുടെ കണ്ണിൽ ആ ഒരു യൂണിഫോം കാണുന്നത്. കാക്കിയുടെ കളറ് കണ്ടതോടുകൂടി ഗിരിക്ക് അച്ഛൻ്റെ കാര്യം അങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ. അച്ഛൻ മരിച്ചു വന്നതും ആ സമയത്ത് ഗിരി പൊട്ടിക്കരഞ്ഞതും എല്ലാം തന്നെ ഓർമ്മ വരികയാണ്. അങ്ങനെ ഗിരി ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടു കൂടി റൂമിൽ നിന്നും അങ്ങ് പോവുകയാണ്. ആ സമയത്ത് കതക് നന്നായിട്ട് തന്നെ സൗണ്ടിൽ അങ്ങ് അടയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജു പൊട്ടിക്കരയുകയാണ്. ഗിരി ഒന്നും മിണ്ടാതെ പോകുന്നതൊക്കെ കാണുന്ന സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഗിരി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സഞ്ജു വരികയാണ് കേട്ടോ. അപ്പോൾ സഞ്ജുവിനെ കാണുമ്പോൾ, ആ വായു സഞ്ജു, എന്താ ഇവിടേക്ക് രാവിലെ തന്നെ എന്ന് പറയട്ടോ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും സ്വപ്നയും ഭാനുവും കൂടി വരികയാണ്. അപ്പോൾ ഭാനുവിന് സഞ്ജുവിനെ കാണുമ്പോൾ തന്നെ എന്നെ ദേഷ്യം വരിക കേട്ടോ. അപ്പോൾ സ്വപ്ന പറയണ, അമ്മ ഇങ്ങനെ ദേഷ്യം കാണിക്കാതെ സഞ്ജുവിനോട് എന്തെങ്കിലും സംസാരിക്കുക എന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ ഭാനുവമ്മ എടുത്തേക്ക് വരികയാണ് സഞ്ജുവിൻ്റെ. എന്നിട്ട് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാണിച്ചത് തെറ്റ് തന്നെയാണ്, പക്ഷേ എനിക്ക് ശരിയെന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ മഞ്ജുവിനെ കാണുമ്പോൾ, മഞ്ജു എന്നോട് ക്ഷമിക്കണം, ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്നും പോയത് എന്നങ്ങ് പറയട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ടാണ് സഞ്ജുവിനെ
മഞ്ജുവിനെ നോക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ മഞ്ജു ഡ്യൂട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കാവും. ആ സമയത്ത് അവിടെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിലൂടെ ശാലിനി സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ വരികയാണ് കേട്ടോ. എന്നിട്ട് മഞ്ജു ആണെങ്കിലോ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നിട്ടാവും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക. കോണിയുടെ അവിടെ നിന്നിട്ടാവും ചെയ്യുന്നത്. അങ്ങനെ മഞ്ജുവിന് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ ശാലിനി. അങ്ങനെ മഞ്ജു താഴേക്ക് ഉരുണ്ട് നിലത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും ഗോപിക വന്ന് ശാലിനിയുടെ കൈയും പിടിച്ച് വലിച്ചിട്ട് അങ്ങ് പെട്ടെന്നാണ്ട് കൊണ്ടുപോവാൻ. ആരെങ്കിലും കണ്ടാൽ നിനക്കത് പ്രശ്നമാവും എന്നും പറഞ്ഞിട്ട്. പക്ഷേ അത് കാണുന്നത് അരവിന്ദാക്ഷൻ സാറാണ് കേട്ടോ. അങ്ങനെ മഞ്ജുവിന് അപകടം പറ്റിയത് ശാലിനി കാരണമാണെന്നുള്ള കാര്യം അരവിന്ദാക്ഷൻ ആ സത്യം മനസ്സിലാക്കുകയാണ്. മഞ്ജുവിന് അപകടം പറ്റിയ കാര്യം ഗിരിക്ക് വിളിച്ച് പറയാൻ കേട്ടോ. എന്നിട്ട് ഗിരിയോട് അരവിന്ദാക്ഷൻ സാറ് പറയാണ്, മഞ്ജുവിന് ഇങ്ങനെ ഒരു അപകടം വരാൻ കാരണക്കാരൻ നീയാണ് ഗിരി എന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ നീ കാരണമാണ് മഞ്ജുവിന് ഇങ്ങനെ ഒരു അപകടം വന്നത്. ആ ശാലിനിയാണ് മഞ്ജുവിനെ നിലത്തേക്ക് തള്ളി മഞ്ജുവിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്. മഞ്ജുവിനോട് ശാലിനിക്ക് ഇത്രയ്ക്കധികം ദേഷ്യം വരാൻ കാരണം ഗിരി നീ തന്നെയാണ് എന്നൊക്കെ പറയട്ടെ. അത് കേൾക്കുമ്പോൾ ഗിരിക്ക് നല്ല സങ്കടം വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയ മഞ്ജു ഉറങ്ങുന്നത് ഗിരി കാണാൻ കേട്ടോ. അങ്ങനെ കാലിന് ഉളുക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ മഞ്ജുവിൻ്റെ കാലിൽ നോക്കിയിട്ട് കാലൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ കേട്ടോ ഗിരി. അപ്പോഴൊക്കെ മഞ്ജു നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഗിരിക്ക് മഞ്ജുവിനോട് വല്ലാത്തൊരു സ്നേഹവും പാവവും ഒക്കെ തോന്നുകയാണ്. എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ കാലൊക്കെ ഇങ്ങനെ തടവി കൊടുക്കുകയാണ്. ശാലിനിയാണ് ഈ ചതി മഞ്ജുവിനോട് ചെയ്തത് എന്ന് മഞ്ജുവിനും അറിയില്ല കേട്ടോ. അങ്ങനെ ഈ സത്യം അറിയുന്നത് ഗിരി അരവിന്ദാക്ഷൻ സാറു മാത്രമാണ്. അങ്ങനെ ഗിരിക്ക് മഞ്ജുവിനോടുള്ള ആ ഒരു പെരുമാറ്റ രീതിയിൽ വ്യത്യാസം വരികയാണ്. ഇനി ഗിരി മഞ്ജുവിനെ സ്നേഹിച്ച് തുടങ്ങാൻ പോവുകയൊക്കെയാണ് കേട്ടോ. ഒരു മനസ്സിലേക്ക് ഒരു അലിവ് വന്നു തുടങ്ങുകയാണ്.